ജിൻഡോ എന്ന മത്സരാർത്ഥി, അദ്ദേഹത്തെ കാര്യമായ ആരും ആ വീട്ടിൽ നിന്നും പരിഗണിച്ചിരുന്നില്ല. കാരണം അയാളൊരു മണ്ടനാണല്ലോ. മണ്ടനായ ആ മത്സരാർത്ഥി മിടുക്കനാണ് എന്ന് തെളിയിക്കാൻ തുടങ്ങിയപ്പോൾ സമൂഹം അകമൊഴിഞ്ഞ സപ്പോർട്ടാണ് ജിൻഡോക്ക് നൽകിയത്. ജിൻഡോയെ ആവേശത്തോടെ തോളിലേറ്റിയവരാണ് മലയാളി പ്രേക്ഷകർ. സാധാരണക്കാരന്റെ നിലവാരത്തിൽ സംസാരിക്കുകയും ഒരു സാധാരണക്കാരന്റെ ഫീലിംഗ്സ് എല്ലാം ഒട്ടും മറച്ചു വെക്കാതെ തന്നെ പ്രകടിപ്പിക്കുന്ന ജിൻഡോയെ മലയാളി പ്രേക്ഷകർ ഏറ്റെടുത്തു. മലയാളി പ്രേക്ഷകരുടെ ഇടയിൽ ജിൻഡോക്കൊരു വലിയൊരു സ്ഥാനമുണ്ടെന്ന് അവിടെയുള്ള മത്സരാർത്ഥികൾക്ക് മനസ്സിലായിട്ടുണ്ട്. കാരണം ജിൻഡോ നോമിനേഷൻ വന്ന സമയത്ത് അയാൾ പുറത്തു പോകുമെന്നായിരുന്നു ആ വീട്ടിലുള്ളവർ വിചാരിച്ചിരുന്നത്. എന്തായാലും ജിൻഡോയെ പുറത്താക്കാനുള്ള പണി പലതും ആ വീട്ടിൽ ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്നുണ്ട്. അതിൽ പ്രധാനപ്പെട്ടതാണ്, ജിൻഡോയെ തളർത്താൻ നോക്കിയ പ്രധാനപ്പെട്ട ഒന്നായിരുന്നു സെക്ഷൽ ഫ്രസ്ട്രേഷൻ. എന്നാൽ അതിനെയും അതിജീവിച്ചുകൊണ്ട് ജിൻഡോ മുന്നോട്ട് പോവുകയാണ്. ഇപ്പോൾ ഇതാ വൈൽഡ് കാർഡിലൂടെ വന്ന ഒരാളാണ് ജിൻഡോക്ക് നേരെ പരാമർശം നടത്തിയിട്ടുള്ളത്. വൈൽഡ് കാർഡായി വന്നവർക്കറിയാം ജിൻഡോക്ക് പുറത്തുള്ള സപ്പോർട്ട്. വൈൽഡ് കാർഡിൽ വന്ന ഒരാളാണ് അഭിഷേക്. അഭിഷേകിന്റെ ആ ഒരു പരാമർശമാണ് ഇപ്പോൾ വൈറലാകുന്നത്. ജിൻഡോ തന്റെ തുടയിൽ പിടിച്ചമർത്തി 3 പ്രാവശ്യം. അഭിഷേക് ഈ ഒരു കാര്യം പറയുമ്പോഴാണ് ജിൻഡോ ഇതറിയുന്നത്. എന്തായാലും വീടിനുള്ളിൽ മറ്റുള്ള കുടുംബാംഗങ്ങൾ അറിയാതെ തന്നെ ടീം മെമ്പേഴ്സ് ആ റൂമിൽ വെച്ച് തന്നെ കാര്യം കൈകാര്യം ചെയ്തു. അതിൽ അവരെ പ്രശംസിക്കുക തന്നെ വേണം. എന്തായാലും ഇപ്പോൾ ബിഗ് ബോസ് അതിൻ്റെ ഒരു വീഡിയോ ക്ലിപ്പ് പുറത്തുവിട്ടിട്ടുണ്ട്. രാത്രി എന്താണ് സംഭവിച്ചത് എന്ന് ആ വീഡിയോയിൽ വ്യക്തമായിട്ട് കാണാം. ജിൻഡോ ഈ ഒരു പരാമർശം കേട്ട് കരഞ്ഞുപോയി. ജിൻഡോ കരഞ്ഞു പറയുന്നത് ഇങ്ങനെയാണ്: മുമ്പ് എനിക്കിങ്ങനെയൊക്കെ സംഭവിച്ചിട്ടുണ്ട്, അതുകൊണ്ട് തന്നെ ഇതിനെ എതിർക്കാൻ എനിക്ക് കഴിയില്ല. എനിക്ക് ഓർമ്മയുണ്ട് ഞാൻ അയാളെ സ്പർശിക്കുന്നതായിട്ട്, എന്നാൽ ഞാൻ ബോധപൂർവം അയാളെ സ്പർശിച്ചിട്ടില്ല. സെക്ഷൽ ഫ്രസ്ട്രേഷൻ കൊണ്ട് ഞാൻ അയാളെ കയറി പിടിച്ചു എന്നുള്ളത് എനിക്ക് അംഗീകരിക്കാൻ കഴിയുന്നില്ല. നിങ്ങൾ അങ്ങനെയാണ് എന്നെ കുറിച്ച് വിചാരിക്കുന്നത് എങ്കിൽ ഞാൻ ഇനി മാറിക്കിടന്നേക്കാം, ഞാൻ വേണമെങ്കിൽ നിലത്ത് കിടക്കാം എന്നൊക്കെയാണ് ജിൻഡോ അതിനെക്കുറിച്ച് സംസാരിക്കുന്നത്. ആർക്കായാലും സംഭവിക്കാവുന്ന തെറ്റുകളാണ് ജിൻഡോക്കും ഇവിടെ സംഭവിച്ചിട്ടുള്ളത്. ജിൻഡോ വേണ്ടാത്ത രീതിയിൽ സ്പർശിച്ചിട്ടില്ല എന്നത് വീഡിയോയിൽ വ്യക്തമായിട്ട് കാണാം.